എക്സൈസ് വകുപ്പ് ബാർ എന്നൊക്കെ കേൾക്കുമ്പോൾ അഴിമതി ഓർമ്മ വരുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജനിതക പ്രവർത്തനം തന്നെയാണ്. അത് പക്ഷേ ഞങ്ങളുടേതല്ല. ഓ അല്ലേ പോരെ ഇനി പഴക്കാതിരിക്കാന്നല്ലേ ചോദ്യത്തിൻ്റെ അർത്ഥം. സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പുതിയ ഉണ്ടയില്ലാ വെടിയായ പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടിയുടെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇന്ന് ഈ വിഷയം കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള കൃത്യം മറുപടിയായിരുന്നു ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി നൽകിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ബാറെന്നും ബ്രൂവറി എന്നുമൊക്കെ കേൾക്കുമ്പോൾ അഴിമതി ഓർമ്മ വരുന്നത് ഒരു ജനിതക പ്രശ്നം തന്നെയാണെന്നും അത് പ്രതിപക്ഷത്തിൻ്റെതാണെന്നും സഭയിൽ നിന്ന് മുഖ്യമന്ത്രി തറപ്പിച്ച് പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ മറുപടി നമുക്കൊന്ന് മുഴുവനായി കേൾക്കാം. സർ, പിന്നെ ഇവിടെ പറഞ്ഞ കാര്യം ബ്രൂവറി എഥനോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി മത്സരിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഈ സഭയിൽ മറ്റു ചില നീക്കങ്ങളും വരുന്നു എന്നൊക്കെ ചില അശരീരികളൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിലാണ് ഇത് ഗൗരവമായിട്ട് ഉന്നയിക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ സംശയിക്കത്തക്ക യാതൊന്നുമില്ല. സർക്കാരിൻ്റെ 22-23 മദ്യനയം അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം അത് ഞാൻ ഉദ്ധരിക്കാം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബേറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുവായ ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപ്പാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടൈപ്പ് വഴി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതാണ് ഉദ്ധരണിയാണ് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖം. പാരഗ്രാഫ് 24 പറഞ്ഞത് അത് ഉദ്ധരണിയാണ്. സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. പാരഗ്രാഫ് 22 അത് ഉദ്ധരണിയാണ്. നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. 2023-24 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വിശദീകരണം വേണ്ടത്? മദ്യനയത്തിൽ സുവ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ 10 ഡിസ്റ്റിലറിയും 8 ബ്ലെൻഡിംഗ് യൂണിറ്റും 2 ബ്രൂവറിയും പ്രവർത്തിക്കുന്നുണ്ട്. 10 ഡിസ്റ്റിലറിയിൽ 7 ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ്. ബ്രൂവറി 2 ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത്. ടെൻഡർ വിളിച്ചിട്ടായിരുന്നോ ഇതിലേതെങ്കിലും ആരംഭിച്ചത്? വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നാട്ടിലൊരു വ്യവസായം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക? ഈ വിഷയത്തിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളില്ല. അതിനാൽ തന്നെ ടെൻഡർ നടപടികൾ അപ്രസക്തമാണ്. ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണ കമ്പനികൾക്കുള്ള എത്തനോൾ നിർമ്മാണത്തിന് കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവർ മാത്രമാണ്. കേന്ദ്ര സർക്കാർ സുതാര്യമായ നടപടികളിലൂടെ നടത്തിയ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. 1999 ഉത്തരവിൻ്റെ കാര്യം ഇവിടെ ഉന്നയിച്ചു കേട്ടു. അന്ന് നിലവിലുണ്ടായിരുന്ന അപേക്ഷകളുടെ കാര്യത്തിലെ തീരുമാനമായാണ് ആ ഉത്തരവ് പുറത്തിറങ്ങിയത്.
ഇതിനു ശേഷവും കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. 2000-ൽ 2 ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. 2003-ലെ UDF ഭരണകാലത്താണ് തൃശ്ശൂരിലെ മലബാർ ബ്രൂവറി ബിയർ നിർമ്മാണം തുടങ്ങിയത്. പ്രവർത്തനാനുമതി നൽകാൻ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. 2022-ലാണ് പാലക്കാട് മലബാർ ഡിസ്റ്റിലറിക്ക് ബ്ലെൻഡിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ അനുമതി നൽകിയത്. 1999-ലെ ഉത്തരവ് ആ സമയത്തേക്കുള്ള ഉത്തരവ് മാത്രമാണ് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതാണ്. ഇവിടെ സർക്കാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളേ ഉണ്ടായിട്ടുള്ളൂ. 2024-ൽ കേരളത്തിലേക്ക് എത്തിയത് 39.55 കോടി ലിറ്റർ ENA-യും എത്തനോളും എന്നാണ് എക്സൈസ് കണക്കുകൾ. 39.55 ലക്ഷം ലിറ്റർ ENA-യും എത്തനോളും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് 2024-ൽ. ഡിസ്റ്റിലറിക്ക് വേണ്ടി 9.21 ലക്ഷം ലിറ്റർ ENA, എണ്ണ കമ്പനികൾക്കായി 30.28 ലക്ഷം ലിറ്റർ എത്തനോൾ, 8.34 ലക്ഷം ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ്. ഇതാണ് കണക്ക്. ഇതിൽ പകുതിയോളം എത്തിച്ചത് മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ്. 3000 കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ അന്യ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത്. ശരാശരി ലിറ്ററിന് 10 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. അങ്ങനെ വന്നാൽ മാത്രം 400 കോടിയോളം രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേരളത്തിൽ നിർമ്മാണം ആരംഭിച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 2 രൂപയായി കുറയും. ഈ ഇനത്തിൽ മാത്രം 300 കോടിയിലധികം രൂപ സംസ്ഥാനത്തിന് ലാഭിക്കാൻ കഴിയും. 600 കോടി രൂപയുടെ വികസന പദ്ധതി പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് മുതൽക്കൂട്ടാകും. സ്ഥാപനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വ്യാപാര ഇടപാടുകളും വലിയ നേട്ടമാകും. 600 കോടി നിക്ഷേപമാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത്. പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ 650 പേർക്ക് നേരിട്ടും 2000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ഉറപ്പാക്കാനാവും. നിക്ഷേപ പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ വിവേചനാധികാരമാണ്. പൂർണ്ണമായി സംസ്ഥാനത്തിന് ഗുണമുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ സർക്കാർ തന്നെയാണ് അനുമതി നൽകുക. പ്രാഥമിക അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പഞ്ചായത്തിനെ കൺസൾട്ട് ചെയ്യില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാകും ഈ പദ്ധതിക്ക് ഇനി അംഗീകാരം നൽകുക. ഈ ബോർഡിൽ പഞ്ചായത്തിൻ്റെ പ്രതിനിധിയും അംഗമാണ്. മികച്ച പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് ഈ തുറന്ന നിലപാട് കൊണ്ട് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 50,000 ലിറ്ററും പിന്നീട് പൂർണ്ണതോതിലെത്തുമ്പോൾ 5 ലക്ഷം ലിറ്ററുമാണ് പ്ലാന്റിന് ആവശ്യമായി വന്നിരിക്കുന്നത്. ജല അതോറിറ്റി വഴിയും മഴവെള്ള സംഭരണി വഴിയുമാണ് ഈ ജലം ലഭിക്കുക എന്നാണ് സർക്കാരിന് സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത്. ജല അതോറിറ്റി വെള്ളം കിൻഫ്ര ലൈനിൽ നിന്നാണ് ലഭ്യമാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കഞ്ചിക്കോട് കിൻഫ്രയിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ ഇതുവരെ എത്തിയിട്ടില്ല. പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഈ ലൈൻ എത്തുമ്പോൾ കമ്പനിക്ക് ജലം നൽകാനാവും. നിലവിൽ കിൻഫ്രയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മഴവെള്ള സംഭരണി വഴിയും മറ്റ് ജലസ്രോതസ്സുകൾ വഴിയും ലഭിക്കുന്ന ജലം വിതരണം ചെയ്യുന്നുണ്ട്. പ്രതിദിനം 8 ലക്ഷം ലിറ്റർ വരെയാണ് നൽകുന്നത്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാപാവമല്ല. കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം. കിൻഫ്രയിലേക്കുള്ള ലൈനിന് അംഗീകാരം കൊടുത്തത് 2011-16 ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. 2011-16 ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അതിൻ്റെ നമ്പർ GORT നമ്പർ 90/2015/WRD ഡേറ്റഡ് 31/1/2015. ജവാൻ ഉൽപ്പാദിപ്പിക്കുന്ന മലബാർ ഡിസ്റ്റിലറിക്ക് വെള്ളം കൊടുക്കാൻ ജലസേചന വകുപ്പിന് കഴിയുന്നില്ല എന്ന ആരോപണം തെറ്റാണ്. മലബാർ ഡിസ്റ്റിലറിയിൽ ഏത് മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നത് സംബന്ധിച്ച് സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. സാങ്കേതിക അനുമതി ഘട്ടത്തിലാണ് പദ്ധതി നിലവിലുള്ളത്. ജവാൻ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലാണ്. ഇവിടെ ജലദൗർലഭ്യം കൊണ്ട് ഒരു പ്രശ്നവും നിലവിലില്ല. ENA-യുടെ ലഭ്യതക്കുറവ് മൂലമാണ് കുറച്ചു കാലം മുൻപ് ജവാൻ നിർമ്മാണത്തിന് തടസ്സം നേരിട്ടത്. ആ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാനുള്ള നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. സീറോ ഡിസ്ചാർജ് യൂണിറ്റാണ് സ്ഥാപിക്കപ്പെടുന്നത്. മാലിന്യമൊന്നും പുറത്തു തള്ളുന്നില്ല എന്ന് സർക്കാർ ഉറപ്പാക്കും. കമ്പനിയുടെ ടെക്നോളജിക്ക് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം,
എന്നിവയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. പ്ലാന്റ് സജ്ജമായാൽ പരിസ്ഥിതി അനുമതി വാങ്ങിയ ശേഷം മാത്രമേ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ഫീഡ് ഡിസ്റ്റിലറി പ്രോജക്റ്റാണ് പാലക്കാടിലേത്. വിവിധ കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സ്പിരിറ്റ് നിർമ്മിക്കുന്നതാണ് പദ്ധതി. കോ ജനറേഷൻ വഴി 6 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനവും ലക്ഷ്യമിടുന്നു. കമ്പനിയിൽ ഉൽപ്പാദന പ്രക്രിയയിലുണ്ടാകുന്ന താപോർജ്ജത്തിൽ നിന്നും ടർബൈൻ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പദ്ധതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ 3 മെഗാവാട്ട് കമ്പനിയുടെ ആവശ്യത്തിനും ശേഷിക്കുന്ന 3 മെഗാവാട്ട് ഗ്രിഡിലേക്കും നൽകും. ഉപയോഗശൂന്യമായ അരി, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, ഗോതമ്പ്, സ്വീറ്റ് പൊട്ടാറ്റോ, ചോളം എന്നിവയാണ് അസംസ്കൃത വസ്തുക്കൾ. ഇത് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവും ഏകും. എക്സൈസ് വകുപ്പ് ബാർ എന്നൊക്കെ കേൾക്കുമ്പോൾ അഴിമതി ഓർമ്മ വരുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജനിതക പ്രവർത്തനം തന്നെയാണ്. അത് പക്ഷേ ഞങ്ങളുടേതല്ല. ഏതായാലും ആ പാഭാരം ഇങ്ങോട്ട് കെട്ടിവെക്കേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. അല്ലേ പോരെ, ഇനി പഴക്കാതിരിക്കാന്നല്ലേ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ KFCയെ കുറിച്ച് ഉണ്ടോ? ഇവിടെ മദ്യനയത്തിൻ്റെ കാര്യമാണ് CM പറഞ്ഞത്. അങ്ങ് ഈ മദ്യനയം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. 2018 അങ്ങ് എടുത്ത ഒരു ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ മദ്യനയം കൊണ്ടുവന്നത്. ഇവിടെ 2 പ്രശ്നം സിമ്പിളാണ്. കൊക്കക്കോളയെ പൂട്ടിച്ചവരാണ് പാലക്കാട്ടെ ജനങ്ങളും നിങ്ങളും. അവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താണ്? കുടിവെള്ളമില്ല. മഴനിഴൽ പ്രദേശമാണ്. കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ തലയിൽ ഓവർസീസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരു വർഷം കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? 2, അങ്ങ് പറഞ്ഞു എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഈ കമ്പനിയെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ എണ്ണ കമ്പനികൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന എത്തനോൾ നിർമ്മാണത്തിനാണ്. എത്തനോൾ കാരണം പെട്രോളിനും ഡീസലിനും എത്തനോൾ മിക്സ് ചെയ്യണം, അത് ആവശ്യമുണ്ട്. അതിനാണ് എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടി ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തത്. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതിനു വേണ്ടി തന്നെയാണ്. അല്ലാണ്ട് അങ്ങ് പറഞ്ഞിട്ടുള്ള ബ്രാൻഡി നിർമ്മാണമോ അതോടൊപ്പം തന്നെ സ്പിരിറ്റ് നിർമ്മാണമോ മറ്റു കാര്യങ്ങൾക്കല്ല ഇവരെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അത് പറയുന്നത് ഈ കമ്പനിക്ക് അനുകൂലമായി പറയുന്ന വാദം മാത്രമാണ്. അപ്പം ജനങ്ങൾ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നു. മഴനിഴൽ പ്രദേശമാണ്. അവിടെ പഞ്ചായത്ത് പോലും അറിയാതെ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇവിടെ പ്രശ്നം. പിന്നെ അങ്ങ് പറഞ്ഞു ടെൻഡർ വിളിക്കുമെന്ന്. അച്യുതമേനോന്റെ ഗവൺമെന്റ് കാലത്ത് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 999 ഓർഡർ വന്നത്. അങ്ങ് പരിശോധിച്ച് നോക്കുക. ഇത്രയും വലിയൊരു പദ്ധതി അവിടെ വരുമ്പോൾ ആരും അറിയാതെ ഒരു കമ്പനിയെ വിളിച്ചിട്ട് അവർക്കത് കൊടുക്കുന്നതിലുള്ള അപാകതയും അഴിമതിയും തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് വാസ്തവമല്ലെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും. ഇതിൽ അങ്ങ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് ഉള്ള ധാരണയിൽ തന്നെ കേരളത്തിൻ്റെ താല്പര്യവും കൂടി അല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നീങ്ങണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈയൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു കമ്പനി വരുമ്പോൾ സാധാരണഗതിയിൽ അതിന് ടെൻഡറിന് പോകില്ല. ഇപ്പോൾ ഒരു വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ടാറ്റ വരുന്നെന്ന് വിചാരിക്കുക. ടാറ്റയോട് നിങ്ങൾ ഞങ്ങളൊരു ടെൻഡർ വിളിക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാറിൻ്റെ നിർമ്മാണം ഇവിടെ നടത്താൻ പറ്റുമെന്ന് ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ അത് ശരിയായ പദ്ധതിയാണോ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്നതാണല്ലോ പരിശോധിക്കുക. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇനിയും വന്നാൽ ഇനിയും നൽകുമെന്നുള്ളത് തന്നെയാണ് ഈ നയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ അങ്ങ് പ്രകടിപ്പിച്ച ആശങ്ക വെള്ളത്തിൻ്റെതാണ്. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. ഏതായാലും ഇതിന്
നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഒരു പദ്ധതി എന്ന നിലക്കാണ് ഇതിനെ കാണേണ്ടത്. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. you